മൊബൈൽ എടുത്തോടാ, മൊബൈൽ എടുത്തോ. സ്കൂട്ടറിലൊക്കെ പിള്ളേർ വന്നിട്ടുണ്ടോ? സ്കൂട്ടറിലൊക്കെ ലൈസൻസ് വേണ്ടേ? ലൈസൻസ് വേണം. പപ്പനല്ലേ പറയാം 30 കിലോമീറ്റർ അത്ര കണ്ടു പോകും. സ്പീഡ് അത്രയും സ്പീഡ് അത് റെസ്ട്രിക്ട് ചെയ്തേക്കാം. 30 മേലോട്ടാണ് പോകില്ല. സ്പീഡ് റെസ്ട്രിക്ട് ചെയ്തേക്കാം.
30 മേലെ പോകുമ്പോൾ അത് ഓട്ടോമാറ്റിക് സ്റ്റോപ്പ് ആവും. തിരിഞ്ഞില്ല, അവിടെ തിരിയില്ലേ? ആ നന്നായിട്ട് സ്ഥലമുണ്ട്. നോക്കാനുണ്ടോ? അപ്പൊ നീ 2 മണിക്ക് എങ്ങാണ്ട് ഇങ്ങോട്ട് പോന്നാന്ന് ഉമ്മി പറഞ്ഞു. അപ്പൊ ഭയങ്കര തിരക്ക്. ഞങ്ങൾക്ക് 14 പേരിക്കാണ്ട് ഇവര് കുറെ നേരം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇവിടെ ഞങ്ങൾക്ക് 2:45 കേട്ടിട്ട്. നീ ആരുടെ കൂടെ ഇരുന്ന്? ഫ്രണ്ട്സ്? ഞങ്ങള് 14 പേരുണ്ടാവും അവിടെ. 17 പേര്. നിന്റെ കൂടെ ആരാ ഇരുന്ന്? അല്ല ഞങ്ങള് വന്നിട്ട് ടേബിൾ ഒരുമിച്ചിട്ടു. എന്നിട്ട് എല്ലാരും കൂടി ഒരു സദ്യ വന്നിട്ടിരുത്തി. 14 പേർക്ക് ഒരുമിച്ച് വെക്കണം. 14 അല്ല, അതിൽ കൂടുതൽ ആളുകൾ അവിടെ ഉണ്ടല്ലോ. 17 ഉണ്ടാവും. 14 കൂടുതലുണ്ടെന്ന് തോന്നുന്നു. 17 ഉണ്ടാവും. എല്ലാം നോക്കിയിട്ട് അതിൽ കൂടുതൽ തോന്നുന്നു. വണ്ടി കണ്ടോടാ, മേളിലുള്ള മുഴുവൻ എടുത്ത് കളഞ്ഞിട്ട്. അത് മിലിറ്ററി വണ്ടി പോലെ ഉണ്ടല്ലോ. മിലിറ്ററി വണ്ടി അല്ല, പക്ഷെ മിലിറ്ററി വണ്ടി പോലെ ഉണ്ടാക്കി വെച്ചേക്കണത്. മിലിറ്ററി വണ്ടിയുടെ കളർ അടിക്കാൻ പാടില്ലെന്ന് തോന്നുന്നു. ആ കളറായിരിക്കില്ലായിരിക്കും. മിലിറ്ററി വണ്ടിയുടെ വണ്ടി വേറെ ആൾക്ക് അടിക്കാൻ പാടില്ല. അടിച്ചു കഴിഞ്ഞാൽ കേസ് എടുക്കണം. ഭയങ്കര പ്രശ്നമാണ്. ആവശ്യം വിളിക്കാൻ ആവശ്യം അതെ, അവന് ഒരു മര്യാദ ഇല്ലാണ്ട് ഓടിച്ചുകൊണ്ട് വന്നത്. നമുക്ക് ലെഫ്റ്റ് എടുക്കാൻ പറ്റൂലേ? ലെഫ്റ്റ് എടുക്കാം. ലെഫ്റ്റ് എടുക്കണോ? ലെഫ്റ്റിലല്ലോ ഇപ്പം അത്ര നിരക്കിയത്. ചെന്നാകുമ്പോൾ പുതിയ പുതിയ വഴികൾ കണ്ടെത്തില്ലേ. പള്ളിയുടെ വഴിയാണ്. വേറെ ആർക്കും ഇവിടെ റിപ്പയർ ചെയ്യാൻ പറ്റില്ല. പള്ളിക്കാര് തന്നെ ഇപ്പം അടുത്തൊന്നും റിപ്പയർമെന്റ് ഉണ്ടാവില്ല. അല്ല, ഇത് അന്ന് കുഴിയൊക്കെ അടച്ചെങ്കിൽ അത് വീണ്ടും അത് പോയി. പള്ളി പെരുന്നാളിന് കുഴിയൊക്കെ അടച്ചതാണ്. എനിക്ക് അത് പ്രോപ്പറായിട്ടുള്ള കാറുണ്ടായിരുന്നില്ല. ഇത് ഈ വഴി അവിടം വരെ പള്ളിയുടെ മറ്റേ യാക്കോബായക്കാരുടെ പള്ളി വരെ ഇല്ലേ, അവിടം മുതൽ ആ മറ്റേ കുരിശിൽ താഴെയുള്ള കുരിശ് മുതൽ ഈ താഴെ വരെ നമ്മുടെ പള്ളിയുടെ അല്ല, നമ്മളെ ഈ യാക്കോബായരുടെ പള്ളി വരെയുള്ള വഴി, പിന്നെ നമ്മളിപ്പോൾ വന്ന വഴിയില്ലേ ആ മെയിൻ റോഡ് വരെ, ഇത്രയും സ്ഥലം ഈ റോഡ് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അത് ഇവരുടെ പള്ളിയുടെ സ്വന്തം പ്രോപ്പർട്ടിയാണ്. അവിടെ എന്തെങ്കിലും ചെയ്യണം. ഈ ടാറിങ്ങൊക്കെ പള്ളി തന്നെ ചെയ്തേക്കുന്നത്. ഇവർ ചെയ്യണതല്ല. ഇവരുടെ ടാറിങ് ആ താഴെ വരെ ഉണ്ടാവും. ഇവിടെ മറ്റേ റോഡിൻ്റെ എൻഡ്, പിന്നെ യാക്കോബായരുടെ പള്ളിയുടെ കഴിഞ്ഞിട്ട് ആ സൈഡിൽ റോഡില്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് അവർക്ക് ടാറിങ്ങാം. കാരണം ഈ സ്ഥലം വിട്ടുകൊടുത്തിട്ടില്ല. ഇത് സർക്കാരിനൊന്നും വിട്ടുകൊടുത്തിട്ടില്ല. ഇത് പള്ളിയുടെ അണ്ടറിൽ തന്നെയാണ്.
ബൈക്കുകാരൻ പട്ടം കയറ്റിക്കൊണ്ട് വന്ന അല്ലേടാ മറ്റേ 800 മാരേജ് 800 ചീത്ത വിളിച്ചു അല്ലേ? ആ ചുമ്മാ കയറ്റിക്കൊണ്ട് വന്നു ഒരു മയമല്ല അല്ലേ? നമ്മുടെ ആ ജംഗ്ഷനിലടാ നീ മറ്റേ വഴി പോകാൻ പറഞ്ഞെന്ന് ചോദിച്ചില്ല അവിടെ? നീ കണ്ടായിരുന്നു ഒരു ബൈക്കുകാരൻ കൊണ്ടുവന്ന് ഒരു മാരുതി 800 വരണ്ടായിരുന്നു. അയാളെ ചീത്ത പറഞ്ഞു അവസാനം. ഒരു മയമില്ലാണ്ട് ഓടിച്ചോണ്ടാ വന്നത്. ഈ ടൂ വീലറുകാരൻ ഒരു മയമില്ലാത്ത ഡ്രൈവിംഗ് ആണ്. പുല്ല് വെട്ടിയതാണോ? എവിടെയാ? റോഡിന്റെ സൈഡിലുള്ള. നിങ്ങളാണ് വെട്ടിയ? ഫ്രണ്ട് നോക്കി ഇവിടെ നോക്കി നമ്മുടെ ലെഫ്റ്റിലേക്ക് ചേട്ടനെ വെട്ടിയ? അങ്ങോട്ട് നോക്കി. ചേട്ടനാണ് വെട്ടിയ? ഞാൻ പറമ്പ് മൊത്തം ഒന്ന് വെട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. 2500 രൂപയോ എന്നാലും ഒരു മണിയൊന്ന് ഫുള്ളായിട്ട് വെട്ടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതാ കുറ്റികളൊക്കെ ഒരുപാടുണ്ട് നമ്മുടെ പറമ്പിൽ. മറ്റേ അവരുടെ മെഷീനിലൊക്കെ വെച്ച് അടിക്കുമ്പോൾ ആ കുറ്റികളൊക്കെ പോകും. ചെറിയ ചെറിയ കുറ്റികളില്ല.